നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞ് 40-ാം ദിവസം വരുന്ന വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭ അടക്കം മിക്കവാറും ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുന്നത്. അതിനാൽ ഇത് വിശുദ്ധ വ്യാഴാഴ്ച അല്ലെങ്കിൽ ഈസ്റ്റർ വ്യാഴാഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഉയർപ്പിന് ശേഷം 40-ാം ദിവസമാണ് യേശു സ്വർഗാരോഹണം ചെയ്തതെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4-ാം നൂറ്റാണ്ടു മുതൽ ഈ തിരുനാൾ ക്രിസ്തുമസ്, ഈസ്റ്റർ, പെന്തക്കുസ്ത എന്നിവയോടൊപ്പം ഒരു പ്രധാനപ്പെട്ട തിരുനാളായി ഇന്നേ ദിവസം കൊണ്ടാടപ്പെടുന്നു. യേശുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും നമ്മുടെ ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മുന്നോടിയാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകിക്കൊണ്ട് പിതാവായ ദൈവം അവിടുത്തെ ഉയർത്തി. സ്വർഗാരോഹിതനായ ഈശോ നമ്മെ എല്ലാവരുടെയും സ്വർഗത്തിലേക്ക് സംവഹിക്കുന്നതിനായി അവസാന വിധി ദിവസം വീണ്ടും തിരിച്ചു വരും. അതിനു മുമ്പ് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആദ്യ പാപത്തെ തുടർന്ന് പ്രപഞ്ചവുമായി മനുഷ്യൻ ശത്രുതയിലായി തീർന്നു. സർവവും യേശുവിലൂടെ സൃഷ്ടിച്ച ദൈവം സർവ്വതിനെയും അവനിലൂടെ തന്നെ രഞ്ജിപ്പിക്കുവാൻ തിരുമനസ്സായി. പ്രപഞ്ചം മുഴുവൻ ക്രിസ്തോത്മുഖമായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ തെയാദ് ദെ ഷർദാർ പറയുന്നത്. അതിനാൽ പരിസ്ഥിതി സംരക്ഷണവും മതസൗഹാർദ്ദവും ലോകസമാധാനമൊക്കെ സുപ്രധാന സുവിശേഷ പ്രഘോഷണ വിഷയങ്ങളാണ്. ഇതൊക്കെ ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർ പെന്തക്കുസ്ത വരെ 10 ദിവസം കാത്തിരുന്നത് പോലെ നമുക്കും ആഗതമാകുന്ന പെന്തക്കുസ്ത തിരുനാൾ വരെ ഒരുക്കത്തോടും എളിമയോടും കൂടി പ്രാർത്ഥനാ ചൈതന്യത്തിലായിരിക്കാം.